ഇപ്പൊ ഇവിടെ പോയതെന്നാലും ഇങ്ങനെ പോയൊന്നുമില്ല. അപ്പച്ചി അപ്പച്ചി രാമങ്കളെ എന്തെങ്കിലും കയ്യബദ്ധം കാണിച്ചു കാണോ? നീ എന്തോടെ പിങ്ക് ചെയ്ത്? നീ ഇന്ന് രാവിലെ തൊട്ട് എന്നെ പേടിപ്പിച്ചോണ്ടിരിക്കുകയാണല്ലോ ഇങ്ങനെ. അത് പിന്നെ അപ്പച്ചി നമ്മളിങ്ങനെ എല്ലാം കൂട്ടി ചിന്തിക്കണം, എന്നാലും നമുക്ക് വരുന്നത് താങ്ങാനുള്ള ശേഷി ഉണ്ടാവും. എന്റെ പൊന്നെ പെണ്ണ ഇങ്ങനെ നെഗറ്റീവ് പറയാതെ ഇങ്ങനെ. നീ എന്താ നീ ആവശ്യമില്ലാതെ പറഞ്ഞ് ക്യാപിച്ചു കൊടുക്കുന്നത്? എന്റെ മോനാണ്, അവൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഇപ്പൊ വരെ വിചാരിച്ചോണ്ടാണ് ഇരിക്കുന്നത്. പക്ഷെ എത്ര പ്രാവശ്യം ഞാൻ ഫോൺ വിളിച്ച് എടുക്കുന്നേ ഇല്ല. ഇപ്പൊ കുറച്ചു മുന്നേ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ് ആണ്. എന്റെ മക്കളെ അങ്ങനെയൊന്നും ചെയ്യൂല. നിന്നെ കളഞ്ഞിട്ട് അമ്മ പോയി ആത്മഹത്യയൊന്നും ചെയ്യുന്നില്ല. എന്റെ മോനാണ്, എനിക്കറിയാം എന്റെ സ്വഭാവം. സമാന വിടും മക്കളെ. കിടക്കുന്നു ചിന്നു ഇത് ഈ രസം നോക്കിക്ക് എങ്ങനെ ഉണ്ടെന്ന്. നല്ല ബെസ്റ്റ് സമയം. എന്റെ അമ്മ അവിടെ ചങ്ക് പൊട്ടി ഇരിക്കുമ്പോഴാണോ രസവും കൊണ്ട് വന്നേക്കണം. ഒന്ന് കൊണ്ട് പോയ അമ്മ. നീ നോക്കടി, നീ നോക്ക. എങ്ങനെയുണ്ട്? സൂപ്പർ രസം. കൊള്ളാം അല്ലേ? നല്ല രസം. എനിക്ക് വേറെ എന്തെങ്കിലും കറിയുന്നത് കൊള്ളാം, സൂപ്പർ. അവനെ കാണുന്നില്ല. നീ അവൻ രവിയുടെ ഉടങ്ങാനും പോയോ? ഇല്ല, അങ്ങോട്ട് പോയില്ല. ഞാൻ വിളിച്ചായിരുന്നു അച്ഛനെ. വിളിച്ചു നോക്കി? അവിടെ എത്തിയില്ലെന്ന് പറഞ്ഞു. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇനിയിപ്പോ അവൻ വരുമെന്ന് തോന്നുന്നില്ല. നമുക്ക് വല്ലതും കഴിച്ചിട്ടും കിടക്കാം. എനിക്കവിടെ വിശന്നു പോയി. എനിക്ക് മരുന്നൊക്കെ കഴിക്കാനുള്ളതാ. ഇങ്ങനെ പറയാൻ തോന്നുന്നു. ഒരു കാര്യം നിങ്ങളൊക്കെ അങ്ങ് കഴിച്ചിട്ട് കിടന്നു. എനിക്കെങ്ങും വേണ്ട. ആ പായസം എന്ത് ചെയ്തു? അതും കൂടെ എടുത്തങ്ങ് കഴിച്ചു. ഒരു കാര്യം ചെയ്യാം, പായസം കൊടുത്തില്ലേ? പായസം കഴിക്കാം. എനിക്ക് വേണ്ട. പായസം കറി അവൻ മര്യാദ അവിടെ തിന്നിരിക്കണം. ചെറുക്കൻ ഇതിരിക്കാൻ കണ്ടുമില്ല ചെറുക്കന്. ഹലോ ഫാമിലി മെമ്പേഴ്സ്, ഹാപ്പി ടൈം വിത്ത് റാം തുടങ്ങുകയാണ്. എന്റെ പിള്ളേർ നിങ്ങളാരും വിചാരിക്കണമല്ലോ ഞാൻ ഒന്നും മറന്നൊന്നുമില്ല. പിന്നെ അതെ, അവൻ ചുമ്മാ വെറുതെ ഒന്ന് കളിപ്പിച്ചതാ. കണ്ടോ? ഹാപ്പി ആനിവേഴ്സറി പെണ്ണെ. അതെ, ഇങ്ങനെ പാടിക്കട്ടെ. ചിന്നമ്മ അടി കള്ളിച്ചല്ലമ്മ പാടി അതിങ്ങനെ പാടി അത് ആനിവേഴ്സറി എത്ര നേരമാണ് ഞാൻ ഫോണിൽ വിളിക്കണമെന്ന് അറിയാമോ? ഒന്ന് ഫോൺ എടുത്തുവിടായിരുന്നു മനുഷ്യൻ വെറുതെ പേടിപ്പിക്കാൻ. എന്നാലും നീ വിചാരിച്ചല്ലടി ഞാൻ ഇത് മറന്നുപോയെന്ന്. നീ എന്തെല്ലാം വഴക്ക് പറഞ്ഞു. കേക്കട്ടിയാവാ? അതെ ഞാനും എന്റെ ഭാര്യ മാത്രം മതി. ഒറ്റയ്ക്ക് തിന്നുമല്ലേ? അതന്നെ ചേട്ടാ. ചേട്ടാ മരുന്നിന് മുന്നേ എവിടെയൊക്കെ പായസമൊക്കെ കഴിച്ചിട്ട് കിടക്കാതിരിക്കായിരുന്നു ചേട്ടാ. അയ്യോ, ഞാൻ കഴിച്ചില്ല. മനസ്സാ വാചാ കർമ്മണ അറിയാത്ത കാര്യം. നീയല്ലേ വേറെ കറി കൊണ്ടുവരാൻ പറഞ്ഞെങ്കിൽ. പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ 1 വർഷം പിന്നിട്ട രാമനും ചിന്നുവിനും എന്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അയ്യേ, നീ അറിയ പെണ്ണേ. ഐശ്വര്യായിട്ട് കൂടെ മുറിക്കേ. സെൽഫി സെൽഫി എല്ലാരും കൂടെ. ബാബാ എല്ലാരും ഇപ്പൊ എനിക്ക് നമുക്ക് ഇവിടെ വെച്ച് ഫോട്ടോ എടുത്തിട്ട് അങ്ങ് റൂമിൽ കൊണ്ടേ കട്ട് ചെയ്യാം കേട്ടോ. ഇവർക്കൊന്നും കൊടുക്കണം. ഇതിന് പാട്ടൊന്നുമില്ലല്ലോ. ഇത് ചാവുമ്പോ പാടുന്ന പാട്ടിന്റെ എന്തോ ഒരു പാരഡി അല്ലേ ഇത്? പള്ളിയിലെ പാട്ട്. നിനക്ക് ചെറിയില്ല, ഈ ഒരു 2 പീസും ഇല്ല. ചെറിയ എനിക്ക് വേണ്ട. ഈ 2 ചിന്നും രാമന്റെ ഇടപെട്ടണ്ട. നമുക്ക് ഇവിടെ വെട്ടാം. ഈ എത്ര നേരമാ ഒരു ചൊറിച്ചായ നിന്നെ സഹിച്ച എനിക്ക് എല്ലാവിധ ആശംസകളും. കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വഴക്കൊക്കെ പറയാറുണ്ടെങ്കിലും ഇന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാണ്, ഐ ലവ് യു. റൊമാൻറ്റിക്. എനിക്ക് നീ ഇത്ര ഇത് കൊണ്ട് തിന്നോ. 2 ദിവസം തിന്നണം കേട്ടോ. പിങ്കി ഞാൻ ഇത് എടുക്കുവാണ്. ഏത്? അതെനിക്ക് വേണ്ട. ആ ചോക്ലേറ്റ് കൊറേ നേരമായിട്ട് ഞാൻ കാത്തിരിക്കുക.
ഇത് കേക്ക് ഞാൻ അപ്പൊ ചെയ്തു ചുമ്മാ അപ്പൊ ചെയ്തു. അമ്മയ്ക്ക് ഓർമ്മ കുറവിന്റെ മരുന്നൊക്കെ കഴിക്കാനുണ്ടാവും. കേറ്റ് മുണ ഡാഡി ഡാഡി കോൾ കമോൺ അതവിടെ ഇരിക്കട്ടെ, നാളെ കൊണ്ടേ തിന്നാം. മതി മതി മതി. അതുപോലെ ഞാൻ കഴിക്കും. നാളെ തൊട്ട് വൈകിട്ട് ചായക്ക് എടുത്താൽ മതി കേട്ടോ, കുറെ ഇരിക്കും. തീരുമില്ലേ? എന്തോ ആണ്, ബിസി ആണല്ലോ ഫോണില്. എല്ലാവരും മെസ്സേജ് അല്ലേ ഹാപ്പി ആനിവേഴ്സറി ഹാപ്പി ആനിവേഴ്സറി ഹാപ്പി ആനിവേഴ്സറി താങ്ക് യു. അടിപൊളിയല്ലേ ഇന്നത്തെ ദിവസം? നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്ത പിന്നെ പാളി പോയെന്നില്ലല്ലോ. ആനിവേഴ്സറി സമ്മാനം വേണ്ടേ? ആ തന്നോളൂ. കൈ നീട്ട് താമേട്ട. ആ കണ്ണടക്കി. ചെടു ചെടു. ഇഷ്ടപ്പെട്ടോ? നിക്കേ വെള്ളിക്കുട്ടൻ ഒന്നും കൂടെ. Will you marry me? Of course. 2 പ്രാവശ്യം. അയ്യേ തനിയെ ഇടുവാണോ? ഒട്ടും റൊമാൻറ്റിക് അല്ല. ഇങ്ങോട്ട് ഇനി എനിക്കൊരു കാര്യം ചോദിക്കാറുണ്ട് രാമേട്ടൻ്റെ അടുത്ത്. രാമേട്ട സത്യമായിട്ടും പറയണം. ഇന്നത്തെ ദിവസത്തിന്റെ ആ ഒരു പ്രത്യേകത, അതായത് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി, അത് ശരിക്കും മറന്നുപോയതല്ലേ? എല്ലാരും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാനം ടെൻഷൻ അടിച്ച് എങ്ങനെയൊക്കെ ഓർത്തതല്ലേ? അയ്യേ ഇതാണ് നിന്റെ കുഴപ്പം. നിനക്ക് നീ എന്നെ പറ്റി ഇങ്ങനെ വിചാരിച്ച് നീ വെച്ചിരിക്കുകയാണ്. അല്ല പൊതുവേ അങ്ങനെ ഒരു കാര്യം ചെയ്യും, തുറന്നാണ് ഇതിനുള്ള ഉത്തരം പറ. അതിനിടയ്ക്ക് ഡ്രോയർ തുറക്കൂ, പോയി തുറക്ക്. ഇതിനുള്ള കാര്യം പറ. അത് തുറന്നൊന്ന് തുറന്നു. അത് തുറന്നാണ് അത്യാവശ്യമായിട്ട്. ഇപ്പൊ ഇതിന്റെ അകത്ത് എന്തൊന്നാണ്? ഇതിനകത്ത് വല്ല പാമ്പുണ്ടാ? നീ വലിച്ചു തുറന്നു. വലിച്ചു തുറന്നോ? എനിക്കറിയാം, അത് തുറക്കുമ്പോ വല്ല മൂർക്കം പാമ്പും ചാടി വന്നല്ലേ പേടിപ്പിക്കണ സാധനം വല്ലോ ആയിരിക്കും. മുന്നേ മുറുക്കം പാമ്പ് ചാടി വരില്ല. ഈ സമയത്ത് മുറുക്കം പാമ്പ് ഇറങ്ങി, കുറച്ചും കൂടെ ഇറങ്ങി. നേരത്തെ ആ വർക്ക്ഷോപ്പിലുണ്ടായിരുന്നു, ഇപ്പൊ ഇറങ്ങി. എന്റെ പൊന്ന് രാമേട്ടോ, ഒരു ദിവസമെങ്കിലും ആ മാമനെ പറഞ്ഞില്ലെങ്കിൽ രാമേട്ടൻ ഉറക്കം വരില്ലല്ലേ? ഡാഡിയായിട്ടുള്ള ബന്ധം നിനക്കറിയണം. നീ അത് തുറന്ന് അങ്ങോട്ട് തുറ. പേടിപ്പിക്കുന്ന വല്ല ഐറ്റമാണോ? അവൾ നോക്കി നിൽക്കേ. അടിപൊളിയാണല്ലോ. മനസ്സിലായി, ഞാൻ മറന്നില്ലേന്ന്. ഇതൊക്കെ ഞാൻ അങ്ങനെ മറക്കാന്നല്ല, മനസ്സിലായി. ഇതൊക്കെ ദിവസങ്ങൾക്ക് മുമ്പേ സെറ്റ് ചെയ്തിട്ട് വെച്ചിരുന്നു. ഇട്ടുള്ള കാര്യം തുറന്നോ? പക്ഷെ സംഭവം അങ്ങനെ ഉണ്ട്. നീ എന്നെ സർപ്രൈസ് ചെയ്യാനൊന്നും വളർന്നിട്ടില്ല കേട്ടോ. ഞാൻ സർപ്രൈസ് ചെയ്തു. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് സംശയിച്ചൊന്നുമല്ല. ഇവിടെ കിടന്ന് അടി നാട് വിട്ട് പോകാൻ വരെ പോയി. പാക്ക് ചെയ്ത് തന്നു രമ്യ ചേച്ചി. അതാണ് അത്യാവശ്യമായിട്ട് അന്വേഷിച്ചുകൊണ്ട് ആരാണ് പാക്ക് ചെയ്യുന്നത്. എനിക്ക് വയ്യ. ഭയങ്കര സർപ്രൈസ് ആയിപ്പോയല്ലോ. ഇത് ഇടട്ടെ ഇപ്പൊ തന്നെ? ഇപ്പോഴൊന്നുമില്ല, 2 ദിവസം കഴിഞ്ഞിട്ടാലും മതി. ഒന്ന് വാ, വന്ന് ഹെൽപ്പ് ചെയ്ത് തന്നൂടെ? ഇട്ടോണ്ട് വാ. എനിക്ക് തനി ഇടാൻ പറ്റില്ലെങ്കിൽ വാ. അങ്ങനെ ഇട്ടാ മതി. ഒന്ന് ഇട്ടുക. പറയണ്ടായിരുന്നു, അതൊരു ഗ്രീക്ക് ദേവത, സൗന്ദര്യത്തിന്റെ ദേവി. ഇനി തരാം.